ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ തെർമോക്കോളിൻ്റെ ഒരു കുഞ്ഞു പീസ് മാത്രം മതി നമ്മുടെ വീടിനകത്തും പുറത്തും ശല്യക്കാരായ എലികളെയും പെരിച്ചാഴികളെയും ഒക്കെ കൂട്ടത്തോടെ നശിപ്പിക്കാം. തെർമോക്കോൾ വെച്ചിട്ടുള്ള 2 ടിപ്സാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ടിപ്സാണ് ഇത് രണ്ടും. 2 ടിപ്സും ചെയ്യാനായിട്ട് ഇത്രയും തെർമോക്കോളാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് പൊടിക്കണമെന്നൊന്നുമില്ല കേട്ടോ, കൈകൊണ്ട് പതുക്കെ നുള്ളി എടുത്താലും മതി. തെർമോക്കോൾ കഷ്ണങ്ങൾ ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുന്നത് മിക്സി ജാറിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടാൻ സഹായിക്കും. ഇതാ കണ്ടോ, നമ്മുടെ തെർമോക്കോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു സ്പൂൺ എടുത്ത് ഒരു പഴയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയുള്ള ടിപ്സൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത പഴയ പാത്രങ്ങളൊക്കെ എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എലികളെ ഇതിലേക്കൊന്ന് ആകർഷിക്കുന്നതിന് വേണ്ടി എലികൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ബിസ്ക്കറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടി പൊടിച്ചതോ തേങ്ങയുടെ പീരയോ അങ്ങനെ എലികൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഐറ്റം ഇതിലേക്ക് ചേർത്താൽ മതി. ബിസ്ക്കറ്റ് രണ്ടും കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ തെർമോക്കോൾ പൊടിച്ചെടുക്കുമ്പോൾ അത്ര നൈസായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടാനും കുറച്ച് പാടാണ്. ഇങ്ങനെ പൊടിച്ചെടുത്താലും മതി. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഐറ്റംസ് ആയിട്ട് ചേരുമ്പോൾ തെർമോക്കോൾ നല്ല മിക്സായിട്ട് വന്നോളും. ഇനി ഇതിലേക്ക് 1-2 സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ല കുഴഞ്ഞിരിക്കുന്ന പരുവത്തിനാണ് നമുക്ക് ഈ മിക്സ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിനാൽ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കണേ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ 2 പാരസെറ്റമോൾ ഗുളിക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ഗുളിക കൂടി നമുക്കിതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം. എലികളെയും പെരിച്ചാഴികളെയൊക്കെ നശിപ്പിക്കാനുള്ള നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു കഷ്ണം പേപ്പറിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പഴയ ഒരു പാത്രത്തിൻ്റെ അടപ്പിലോ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഐസ്ക്രീം പാത്രത്തിൻ്റെ അടപ്പിലേക്കാണ് ഞാൻ ഈ മിക്സ് ഇട്ട് കൊടുക്കുന്നത്. എലികളെ നമ്മുടെ മിക്സിലേക്കൊന്ന് ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാം. 2-3 തുള്ളി വെളിച്ചെണ്ണ കൂടി നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് ഇറ്റിച്ചു കൊടുക്കാം. നമ്മുടെ വീടിനകത്തോ പറമ്പിലോ എവിടെയാണ് എലിയുടെ ശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കാം. ബിസ്ക്കറ്റിൻ്റെയും വെളിച്ചെണ്ണയുടെയൊക്കെ സ്മെല്ലുള്ളത് കൊണ്ട് എലികൾ കൂട്ടത്തോടെ വന്ന് നമ്മുടെ മിക്സ് തിന്നും. തെർമോക്കോളിൻ്റെയും ഗുളികയുടെയും ഒക്കെ കുറച്ചെങ്കിലും അവയുടെ വയറിനകത്ത് ചെന്നാൽ മതി. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വയറ് വീർത്ത് പ്രാണനും കൊണ്ട് അവ എങ്ങോട്ടെങ്കിലേക്ക് ഓടിപ്പൊക്കോളും. പോകുന്ന വഴിക്ക് ചത്തു വീഴുകയും ചെയ്യും. നമ്മുടെ മിക്സ് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ വലിഞ്ഞ് ബിസ്ക്കറ്റിൻ്റെ പൊടിയും തെർമോക്കോളും ഗുളികയൊക്കെ ചേർന്ന് ഒരു കട്ടയായിട്ട് വരും. അങ്ങനെയുള്ളതൊക്കെ കടിച്ച് പൊട്ടിച്ച് തിന്നാനാണ് എലികൾക്ക് ഏറെ ഇഷ്ടം. അതുകൊണ്ട് ഇതൊന്ന് ഉണക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. തെർമോക്കോൾ വെച്ചുള്ള നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യം പൊടിച്ചെടുത്ത തെർമോക്കോളിൽ നിന്നും 2 സ്പൂൺ തെർമോക്കോൾ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എലികളെ ആകർഷിക്കുന്നതിന് വേണ്ടി ബിസ്ക്കറ്റാണ് ഞാനിവിടെയും എടുത്തിട്ടുള്ളത്. 2 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ച് തെർമോക്കോളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ബിസ്ക്കറ്റിലെ ആ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. എലികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഉണക്കമീൻ. ഉണക്കമീൻ്റെയോ ഉണക്കച്ചെമ്മീൻ്റെയോ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരല്പം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉണക്കച്ചെമ്മീൻ്റെ കുറച്ച് വേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും 1 സ്പൂൺ എടുത്ത് ഈ മിക്സിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം ചെയ്ത ടിപ്പിനേക്കാൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് ഈ ടിപ്പ് ചെയ്തപ്പോഴാണ് കേട്ടോ. ഇതിലെ ഉണക്കമീൻ്റെയും ബിസ്ക്കറ്റിൻ്റെയൊക്കെ സ്മെല്ല് കാരണം എലികൾ ഉറപ്പായിട്ടും വന്ന് ഇത് തിന്നും. ചെമ്മീൻ്റെ തലയൊക്കെ ചേർത്തതിന് ശേഷം കൈകൊണ്ട് ഇത് മിക്സാക്കരുത് കേട്ടോ. 1 സ്പൂൺ വെച്ചിട്ട് വേണം ഇത് മിക്സാക്കി എടുക്കാൻ. 1-2 സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. 2 പാരസെറ്റമോൾ ഗുളിക കൂടി ഞാനിതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി 1 സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കുഴച്ച് മിക്സാക്കി എടുക്കാം. എലികളെയും പെരിച്ചാഴികളെയൊക്കെ കൂട്ടത്തോടെ കൊല്ലാനുള്ള നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള തേങ്ങയൊക്കെ പറ്റിപ്പിടിച്ച ഒരു ചിരട്ടയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 1-2 ചിരട്ടയിലാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒറ്റ ചിരട്ടയിലാണ് വെക്കുന്നുള്ളൂ. മിക്സ് ചിരട്ടയിലേക്ക് ഇട്ടതിന് ശേഷം ഒരല്പം ചെമ്മീൻ പൊടി എടുത്ത് നമുക്കിതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കിച്ചണിൻ്റെ പിറകിലും കാർ പോർച്ചിലേക്കാണ് എലിയുടെ ശല്യം കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തെങ്കിലും മാളമൊക്കെ ഉണ്ടെങ്കിൽ ആ മാളത്തിനരികിലൊക്കെ നമുക്ക് ഈ മിക്സ് ഉണ്ടാക്കി കൊണ്ടുവയ്ക്കാം. ഇതിലുള്ള ബിസ്ക്കറ്റിൻ്റെയും ചെമ്മീനിൻ്റെയും അതുപോലെ തേങ്ങയുടെയൊക്കെ സ്മെല്ല് കാരണം എലികൾ ഉറപ്പായിട്ടും വന്നത് തിന്നും.
കാർ പോർച്ചിലാണ് ഞാനിത് വെച്ചത്. രാവിലെ ആയപ്പോൾ ഒരു എലി ഇവിടെ ചത്ത് കിടപ്പുണ്ടായിരുന്നു. വിഷം വെക്കാതെയും കെണി വെക്കാതെയും നമ്മുടെ പരിസരത്തുള്ള എലികളെയും പെരിച്ചാഴികളെയും ഒക്കെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്